കോടതി നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്താമരയുടെ കഴിഞ്ഞകാല ഇടപെടലുകൾ പ്രതിക്ക് ഇനി മാനസാന്തരം ഉണ്ടാകുമെന്ന മിറ്റിഗേഷൻ റിപ്പോർട്ട് അടക്കം നിഷേധിച്ചുകൊണ്ട് അത് അംഗീകരിക്കാതെയാണ്, നിയമസഹായവേദിയുടെ റിപ്പോർട്ടുകളൊന്നും കോടതി ശരിവെക്കാതെയാണ് ഇപ്പോൾ കോടതിയുടെ കണ്ടെത്തലുകൾ ഉണ്ടാവുന്നത്. ഇനിയൊരു തിരിച്ചുവരവ്, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരവ് ചെന്താമരയ്ക്ക് ഉണ്ടാവില്ല. അയാൾ കൊടും ക്രൂരനാണ്, അയാളെ ഒരു തരത്തിലും പുറത്തുവിടാൻ പാടില്ല എന്ന വിലയിരുത്തലേക്ക് തന്നെ കോടതി വരികയാണ്. അപ്പോൾ ആദ്യ കേസുണ്ടാക്കിയ സാഹചര്യം, പിന്നീട് നടത്തിയ കൊലപാതകം, ആ കൊലപാതകത്തിന് ശേഷം അനാഥമാക്കപ്പെട്ട 2 പെൺകുട്ടികൾ, അവരുടെ ഇനിയുള്ള ജീവിതം, അവർ ഇനി നേരിടാൻ പോകുന്ന ഭീഷണി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കോടതി പരിഗണിക്കുന്നുണ്ട്. അതാണ് ഈ വിധിന്യായത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതുകൂടിയാണ്. ഒപ്പം ഇത്തരം ആളുകൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകാമെന്ന് മുമ്പ് ഹൈക്കോടതിയുടെ പല നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി വിധിന്യായത്തിൽ പരാമർശിച്ചു പോകുന്നു കോടതി. അപ്പോൾ എന്താണ് ഇനി പറയാൻ പോകുന്ന ശിക്ഷ? ചെന്താമരയ്ക്ക്, ഇരട്ടക്കൊല നടത്തിയ ചെന്താമരയ്ക്ക് എന്താണ് ശിക്ഷ? ആ ശിക്ഷയാണ് പറയാൻ പോകുന്നത്. ആദ്യം നടത്തിയ കൊലപാതകത്തിൽ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്ന പ്രതിക്ക് രണ്ടാമത് വീണ്ടും ഒരു ഇരട്ട കൊലപാതകം നടത്തുമ്പോൾ അവിടെ എന്ത് ശിക്ഷയാണ് ഉണ്ടാവുന്നത്? പ്രതി കൊടും ക്രൂരനാണ് എന്ന വിലയിരുത്തൽ കോടതി നടത്തിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ എന്താണ് ശിക്ഷ? ആദ്യ കേസിൽ ഇരട്ട ജീവപര്യന്തമെങ്കിൽ ഈ കേസിൽ എന്താണ് ശിക്ഷ എന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയിലേക്ക് എത്തുമോ? എന്താണ് നീക്കം? പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ എല്ലാ അർത്ഥത്തിലും കോടതി ശരിവെച്ചോ? എന്താണ് ഈ കേസിൻ്റെ ഫ്രെയിം വർക്കിനെ പൂർണ്ണമായും കോടതി അംഗീകരിച്ചോ എന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. കോടതിയിൽ ചെന്താമര നടത്തിയ പരാമർശങ്ങളും നീക്കങ്ങളുമൊക്കെ ഇതിൻ്റെ അന്തിമ വിധിന്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എന്നുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മുന്നിൽ അറിയാം, മുമ്പും വധശിക്ഷ വിധിക്കപ്പെട്ടുള്ള പല കേസുകളും പിന്നീട് വിചാരണ കോടതിക്ക് മുകളിലേക്ക് എത്തുമ്പോൾ ആ കേസിന് പല കാരണങ്ങളും നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രശ്നമുണ്ടായത് പ്രോസിക്യൂഷൻ്റെ കേസിനെ ഫ്രെയിം ചെയ്ത സാഹചര്യമാണ്. ആദ്യ വിചാരണ കോടതിക്ക് മുന്നിൽ അല്പം വൈകാരിക തലങ്ങൾ കൂടുതലുണ്ടായെങ്കിൽ പിന്നീടുള്ള അപ്പീൽ ഘട്ടങ്ങളിലൊക്കെ അത് മാറി വരും. അതാണ് പലപ്പോഴും ഉണ്ടാവുന്നത്. ഇതാ പുതിയൊരു പരാമർശം കൂടി. കൊലപാതകത്തിന് പ്രതി കൃത്യമായി പദ്ധതിയിട്ടിരുന്നതായി സാക്ഷിമൊഴികളിലൂടെ വ്യക്തമായി എന്ന നിരീക്ഷണം കൂടി കോടതി നടത്തിയിട്ടുണ്ട്. കൊലപാതകം പ്രതി തുടർച്ചയായി ന്യായീകരിക്കുന്നു എന്ന വാദം കൂടി. ഇതെല്ലാം ചെന്താമരയ്ക്കെതിരാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കോടതിയുടെ വിധിന്യായത്തിൻ്റെ പരാമർശങ്ങളെല്ലാം ചെന്താമരയെ ഒരു കൊടും ക്രിമിനലായി തന്നെ വിലയിരുത്തുന്ന സൂചനകൾ തന്നെയാണുള്ളത്. അന്തിമമായ ശിക്ഷാവിധി പറയാൻ പോവുകയാണ് കോടതി. അതിലേക്ക് കോടതി കടന്നു പോവുകയാണ് എന്നതാണ് സാഹചര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രോസിക്യൂഷൻ ആദ്യം ഈ കേസിൽ എത്ര കണ്ട് കൃത്യമായി പ്രോസിക്യൂഷന് കേസ് ഫ്രെയിം ചെയ്യാനും തെളിവുകൾ സമർത്ഥിക്കാനും കഴിഞ്ഞു എന്നതാണ് കേസിൻ്റെ തുടർഭാവിയെ തീരുമാനിക്കുന്നത്. ഒരു പ്രതിക്കെതിരെ അന്തിമ വിധിന്യായം പറഞ്ഞു കഴിഞ്ഞാലും, വിചാരണ കോടതി പറഞ്ഞാലും, നമ്മുടെ നിയമ സംവിധാനങ്ങളിലനുസരിച്ച് വീണ്ടും അപ്പീൽ ഓപ്ഷനുകൾ നിരവധിയുണ്ട്. ആ അപ്പീൽ ഓപ്ഷനുകളിൽ പോയി മുൻകാലങ്ങളിൽ പലരും അതിൻ്റെ ഇളവുകൾ നേടി രക്ഷപ്പെട്ടു വന്ന ചരിത്രവും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ കേസ് ആദ്യം ഫ്രെയിം ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തെളിവുകൾ എത്ര കണ്ട് പ്രാധാന്യമായി വരുന്നുണ്ട്, അത് കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്നതൊക്കെ ഈ കേസിൻ്റെ തുടർ നീക്കങ്ങളെയും ബാധിക്കാം. ഒരുപക്ഷെ ചെന്താമര ഈ കോടതി വിധിക്കെതിരെയും അപ്പീൽ പോകാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ അതിലെന്ത് നീക്കം, അതിൽ എന്ത് രീതിയിൽ ഈ കോടതിക്ക് മുന്നിൽ തെളിവുകൾ എത്തി എന്നതുമൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നമുക്ക് ആ ശിക്ഷാവിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കോടതി വിധിന്യായം പറയുകയാണ്. കോടതി പറഞ്ഞു പോകുന്നത് ചെന്താമര എന്ന കൊടും ക്രിമിനലിൻ്റെ കഴിഞ്ഞകാല ഇടപെടലുകളും ഇപ്പോൾ ഈ കോടതിയിൽ കൊലപാതകത്തെ ന്യായീകരിക്കുന്ന നീക്കങ്ങൾ നടത്തിയ പ്രതി നടത്തിയിട്ടുണ്ട് എന്ന നിരീക്ഷണവും അടക്കം കോടതി നടത്തിയിട്ടുണ്ട്. ഒരർത്ഥത്തിലും ഒരു സൂചനയിലും ചെന്താമരയ്ക്ക് അനുകൂലമായതൊന്നും കോടതി ഇതുവരെ നിരീക്ഷിച്ചിട്ടില്ല എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രായപരിധി, ഉയർന്ന പ്രായം, കുറഞ്ഞ ശിക്ഷ നൽകാൻ എന്തെങ്കിലും പരിഗണനാ ഘടകമാകുമെന്ന സൂചനകളൊന്നും കോടതി ഇതുവരെ നടത്തിയിട്ടുമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. CV അനുമോദ്, കോടതി ഇതുവരെ നടത്തിയ വിധിന്യായത്തിൻ്റെ വിശദീകരണങ്ങളിൽ കഴിഞ്ഞ കാല വഴികളും ചെന്താമര എന്ന കൊടും ക്രിമിനലിൻ്റെ ഇടപെടലുകളും പറയുമ്പോഴെല്ലാം ഇയാൾ കൊടും ക്രിമിനലാണ്, ഇനി തിരിച്ചുവരവില്ല സാധാരണ ജീവിതത്തിലേക്ക് എന്ന കാര്യം കൂടിയാണ് അടിവരയിട്ട് പറയുന്നത്. അപ്പോൾ കോടതിയിൽ നിന്നും മറ്റെന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? സജിത്ത്, കൃത്യമാണ് സജിത്ത് പറഞ്ഞൊരു കാര്യം. പ്രതി തുടർച്ചയായിട്ട് കൊലപാതകത്തെ ന്യായീകരിക്കുന്നു എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അപൂർവങ്ങളായി ഈ കേസ് പരിഗണിക്കുന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം അത് കോടതി അംഗീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് ഈ പ്രതി കൊലപാതകത്തിന് വ്യക്തമായി പദ്ധതിയിട്ടതായി സാക്ഷിമൊഴികളിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. അതിന് ശാസ്ത്രീയ തെളിവുകളുണ്ട്, അതിന് സാഹചര്യ തെളിവുകളുണ്ട്. പ്രതി കൊലപാതകം ചെയ്തതിനു ശേഷവും തുടർച്ചയായിട്ട് അതിനെ ന്യായീകരിക്കുന്ന സാഹചര്യമാണുള്ളത്.
ഇയാൾ സമൂഹത്തിന് ഭീഷണിയാണ്, കുടുംബത്തിന് ഭീഷണിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാനസാന്തരത്തിന് യാതൊരു സാധ്യതയുമില്ലെന്ന് കോടതി തന്നെ കണ്ടെത്തുന്നു. പ്രതി സമൂഹത്തിന് പ്രശ്നക്കാരനാണെങ്കിൽ വധശിക്ഷ നൽകാവുന്ന വിവിധ ഹൈക്കോടതി വിധികളുണ്ടെന്ന് പരാമർശിക്കുന്നു. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇയാൾക്ക് ഏറ്റവും വലിയ ശിക്ഷയായ വധശിക്ഷയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. അങ്ങനെ കരുതാനുള്ള സാഹചര്യമാണ്, അങ്ങനെ ആ വിധിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ഈ പരാമർശങ്ങളും ഇപ്പോഴത്തെ കോടതിയുടെ നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. കൃത്യമായിട്ട് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തുവാൻ. അതായത് പ്രതി മനഃപൂർവ്വമായിട്ട് ചെയ്തതാണ് ഈ കുറ്റകൃത്യങ്ങൾ. ഇത് തുടർച്ചയാണ്, ആസൂത്രിതമാണ്, കൃത്യമായി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിൽ അയാൾക്ക് ഒരു കുറ്റബോധവുമില്ല. വീണ്ടും കൊലപാതകം നടത്താൻ താൻ തയ്യാറാണ് എന്ന ഭീഷണി അയാൾ മുഴക്കുന്നുണ്ട്. ആ പ്രതി സമൂഹത്തിന് ഭീഷണിയാണ്, ആ കുടുംബത്തിന് ഭീഷണിയാണ്. ആ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് ഇയാളുടെ സാന്നിധ്യം വളരെ ഭീഷണി ഉയർത്തുന്നുണ്ട്. അവരെ കൊല്ലുമെന്ന ഭീഷണി ഇയാൾ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ കൊലപാതകം നടത്തിയത് മാത്രമല്ല, അതിനുശേഷവും കൊലപാതകത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇയാൾ നടത്തുന്ന പരാമർശങ്ങൾ ഭാവിയിലും അയാൾ അതേ കുറ്റകൃത്യം ആവർത്തിക്കും എന്നതിൻ്റെ സൂചനകളായിട്ട് വേണം കാണുവാനെന്നാണ് പ്രോസിക്യൂഷന്റെ നിരീക്ഷണമുള്ളത്. അത് അംഗീകരിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉള്ള പരാമർശങ്ങളൊക്കെ തന്നെ കാണുന്നത്. അതായത് കൃത്യമായിട്ട് കോടതി ചെന്താമരയുടെ പ്രവൃത്തിയെ വിലയിരുത്തിയിട്ടുണ്ട്. ഇയാൾക്ക് ഒരു തരത്തിലും മാനസാന്തരപ്പെടാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രതിക്ക് മാനസിക സമ്മർദ്ദം ഉള്ളതിനാൽ സ്വയം അവസാനിക്കാനാണ് വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വിഷം സൂക്ഷിച്ചെന്ന പ്രതിഭാഗത്തിന്റെ വാദവും തെളിഞ്ഞത്. അതും കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഇയാളുടെ വീട്ടിൽ നിന്നും വിഷം കണ്ടെത്തിയിരുന്നു. ഇത് മാനസിക സമ്മർദ്ദമുള്ള ഈ പ്രതി സ്വയം കഴിച്ചു മരിക്കാൻ വേണ്ടി സൂക്ഷിച്ചതാണെന്നൊരു വാദമായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ചത്. അത് ഈ കോടതിയിൽ തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതും ഈ പ്രതിക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായിട്ട് തന്നെ വേണം കാണുവാൻ. അതായത് ഇയാൾക്ക് ഒരു തരത്തിലും മാനസിക സമ്മർദ്ദത്തിന്റെ പരിഗണന നൽകേണ്ടതില്ല. ഇയാൾ ഒരു കുറ്റകൃത്യം ചെയ്തതിൽ ഇയാൾക്കൊരു കുറ്റബോധവുമില്ല. ഇയാൾ ഭീഷണി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറ്റകൃത്യത്തിന് ശേഷം ചെന്താമര വിഷം കഴിച്ചു എന്നതിന് തെളിവില്ല, ആത്മഹത്യാ തിയറിക്ക് തെളിവില്ല. അതായത് ഇയാൾക്ക് അനുകൂലമായിട്ട് പ്രതിഭാഗം ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളൊരു കോടതി വിധിയാണ് വരാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനകളാണ് കോടതി ഭാഗത്തുനിന്നുള്ള പരാമർശങ്ങൾ. അതായത് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഇയാൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ട് എന്ന പ്രതിഭാഗത്തിൻ്റെ വാദം അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോടതി നിരീക്ഷണം വന്നിരിക്കുന്നത്. പ്രതി മാനസിക സമ്മർദ്ദം ഉള്ളതിനാൽ സ്വയം അവസാനിക്കാനാണ് വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വിഷം സൂക്ഷിച്ചെന്ന പ്രതിഭാഗത്തിന്റെ വാദം തെളിഞ്ഞില്ല എന്ന് കൃത്യം പറയുമ്പോൾ, ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നതിനും ഇയാൾ വിഷം കഴിച്ചു എന്ന് തെളിവില്ല എന്ന് കൂടി കോടതി പറയുമ്പോൾ കൃത്യമായിട്ട് ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളില്ല, ഇയാൾ കരുതിക്കൂട്ടി ചെയ്തൊരു കൊലപാതകം തന്നെയാണ് ഇതെല്ലാം എന്ന് വ്യക്തമാക്കുന്നു. ഇത് അയാൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളായി പരാമർശങ്ങളായിട്ട് തന്നെ വേണം കാണുവാൻ. ഏറ്റവും പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷയിലേക്ക് തന്നെ ഈ വിധി എത്തിച്ചേരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപൂർവങ്ങളായുള്ള കേസായി ഇത് പരിഗണിക്കുന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കുന്ന തരത്തിലേക്കാണ് ഇതുവരെയുള്ള കോടതി നിരീക്ഷണങ്ങളൊക്കെ തന്നെ ഉള്ളത്. ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ കാര്യങ്ങൾ, അതിൻ്റെ പരാമർശങ്ങൾ, അതിനുശേഷം അയാൾ കോടതിയിൽ നടത്തിയ പരാമർശങ്ങൾ, ഇതൊക്കെ തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്ത് ഇപ്പോൾ അവസാന വിധിയിലേക്ക് ആ കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഇയാൾ ഏറ്റവും അവസാനമായി ഇയാൾക്ക് അനുകൂലമായിട്ട് പ്രതിഭാഗം കണ്ടെത്തിയത് ഇയാൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു, ഇയാൾ വിഷം വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു, അത് ഇയാൾക്ക് കഴിച്ച് ആത്മഹത്യ ചെയ്യാനായിരുന്നു എന്നായിരുന്നു. എന്നാൽ അത് കളവാണെന്ന് കോടതി കണ്ടെത്തുന്നു. അത്തരത്തിൽ ഇയാൾ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യവും കാണുന്നില്ല. ആ പ്രോസിക്യൂഷൻ എതിർത്തതുപോലെ പ്രതിഭാഗത്തിൻ്റെ ആ വാദം അംഗീകരിക്കേണ്ടതില്ല എന്ന തരത്തിലേക്ക് കോടതി എത്തുമ്പോൾ മാനസിക നില ഇല്ലാത്ത ഒരാൾ, അതായത് മാനസിക പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ ഇയാൾക്ക് ലഭിക്കില്ല എന്നത് വളരെ വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. പ്രതി തുടർച്ചയായി കൊലപാതകത്തെ ന്യായീകരിക്കുന്ന ആളാണ്, കരുതിക്കൂട്ടി കൊലപാതകം നടത്തിയ ആളാണ്, കൃത്യമായിട്ട് ആസൂത്രണത്തിലുള്ള കൊലപാതകം നടത്തിയ ആളാണ്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല, ഇയാൾ മാനസാന്തരപ്പെടാനുള്ള സാധ്യതയുമില്ല, ഇയാൾ സമൂഹത്തിന് ഭീഷണിയാണ്, ആ കുടുംബത്തിന് ഭീഷണിയാണ്. ഇങ്ങനെ സമൂഹത്തിന് ഭീഷണിയുള്ള ആൾക്ക് വധശിക്ഷ നൽകുന്നതിൽ ഹൈക്കോടതി വിധിയുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ശിക്ഷയിലേക്ക് ഇയാളെത്തും, ഇയാൾക്ക് നൽകുമെന്ന് തന്നെ വേണം കരുതുവാൻ. കോടതി അപൂർവങ്ങളിൽ അപൂർവം എന്ന് ഇപ്പോൾ ഈ കേസിനെ വിലയിരുത്തുകയാണ് കോടതി ചെയ്യുന്നത്. കേരളത്തിലെ കുടുംബ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു, ഒറ്റപ്പെട്ട ജീവിതങ്ങൾ കൂടുന്നു, ക്രൂരമായ കൊലപാതകം നടക്കുമെന്ന് കോടതി പറയുന്നു. അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് ഈ കേസെന്നും കോടതി കണ്ടെത്തുന്നു. ഇനി ചോദ്യം, ഈ അപൂർവങ്ങളിൽ അപൂർവമായി കണ്ടെത്തിയ ഈ കേസിന്, ഈ കുറ്റത്തിന് എന്ത് ശിക്ഷ വിധിക്കുമെന്നുള്ളതാണ്. ഏറ്റവും വലിയ ശിക്ഷയായ വധശിക്ഷ ഈ പ്രതിക്ക് നൽകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നാണ്
ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്, കേസിൽ നിർണായകമായിട്ടുള്ള ഒന്നാണ്, കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കോടതി പറയുമ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അയാൾക്ക് വധശിക്ഷ നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതാനും നിമിഷങ്ങൾക്കകം ആ അവസാന വിധിയിലേക്ക് കോടതി എത്തിച്ചേരുകയാണ്. ഈ വിധി മുമ്പായിട്ട് പലവിധ കാര്യങ്ങൾ, കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ, ഇയാൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനു ശേഷമുള്ള വാദങ്ങൾ, ഇതെല്ലാം തന്നെ കോടതി പരിഗണിച്ചുകൊണ്ട് അതെല്ലാം വളരെ വിശദമായിട്ട് തന്നെ കോടതി ഇയാളുടെ സാന്നിധ്യത്തിൽ വായിക്കുകയാണ്. ഇതിൽ ഏറ്റവും അവസാനത്തെ വരിയാണ് വന്നിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കേസെന്ന് കോടതി കണ്ടെത്തുമ്പോൾ വധശിക്ഷയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതെ, ഈ ഒരു കൊടും ക്രൂരതയ്ക്ക്, രക്തം മരവിക്കുന്ന ഈ ക്രൂരതയ്ക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളില്ല, കുറ്റബോധങ്ങളില്ല, ഇയാൾ വീണ്ടും കൊല്ലുമെന്ന് പറയുന്നുണ്ട്. ഇയാൾ സമൂഹത്തിന് ഭീഷണിയാണ്, ആ കുടുംബത്തിന് ഭീഷണിയാണ്. ഒരു തരത്തിലും മനപരിവർത്തനം നടക്കാനുള്ള സാധ്യതയും ഇയാൾക്കില്ല. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കോടതി നടത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.